ഇപ്പം എന്നും ന്യൂസ് പേപ്പർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് വന്ദേ മാതരം. വന്ദേ മാതരത്തിനെ കുറിച്ചിട്ട് ബി.ജെ.പിയും കോൺഗ്രസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അപ്പോൾ ഈ വന്ദേ മാതരത്തിനെ കുറിച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെയാണുള്ളത് എന്ന് നോക്കി നോക്കിയാൽ വന്ദേ മാതരത്തിനെ കുറിച്ച് അറിയാം. വന്ദേ മാതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ നാഷണൽ സോങ് ആണ്. 24th January 1915 നമ്മുടെ നാഷണൽ സോങ് ആയിട്ട് അത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വന്ദേ മാതരം ആദ്യമായിട്ട് 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമാദ് എന്ന പുസ്തകത്തിലാണ് ആദ്യമായിട്ട് വന്ദേ മാതരത്തിനെ കുറിച്ച് പറഞ്ഞത്. വന്ദേ മാതരം എന്ന് പറയുമ്പം ആനന്ദമാദ് എന്ന പുസ്തകത്തിൽ അതുപോലെ വേറൊരു കാര്യം പറയുന്നുണ്ട്, സന്യാസി റിബല്യനെക്കുറിച്ച്. ഈ സന്യാസി റിബല്യൻ എന്താണെന്ന് നമ്മൾ ഒരു വീഡിയോയിൽ നമ്മളുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി വന്ദേ മാതരത്തിന് ബാക്ക് ടു വന്ദേ മാതരം. അപ്പോൾ നാഷണൽ സോങ് ആണെന്ന് മനസ്സിലായി. പിന്നെ അതുപോലെ 1896 കൽക്കത്ത സെഷൻ അന്നാണ് ആദ്യമായിട്ട് വന്ദേ മാതരം പാടിയത്. ഇപ്പം നമ്മൾ ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഈ കോൺഗ്രസും ബി.ജെ.പിയും ഓഫീസിൽ നിന്ന് നാഷണൽ ആൻഡും വന്ദേ മാതരം മാറി മാറി പാടുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഈ വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയത് എപ്പോഴാണ്? കൽക്കത്ത സെഷനിൽ വെച്ചിട്ടാണ്. രവീന്ദ്രനാഥ് ടാഗോറാണ് പാടിയത്. ആ സെഷൻ പ്രസിഡൻ്റ് ആയിരുന്നത് ദാദാഭായ് നവറോജി ആയിരുന്നു. പക്ഷേ രവീന്ദ്രനാഥ് ടാഗോറാണ് ആദ്യമായിട്ട് പാടിയത് 1896. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നാഷണൽ സോങ് ആയിട്ടുള്ള വന്ദേ മാതരത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്.